വിവാഹേതര ബന്ധ വിവാദത്തിൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് മുഖ്യമന്ത്രിയുടെ സംരക്ഷണം. ഗണേഷ് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടെന്നാണ് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലെ തീരുമാനം. വിവാദം മന്ത്രിസഭാ യോഗത്തിലും ചർച്ചയായില്ല. CPI മന്ത്രിമാർ പോലും വിഷയം ഉന്നയിക്കാൻ തയ്യാറായില്ല. രാജിവെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും എന്നാണ് ആശങ്ക. ഭാര്യ ബിന്ദു മേനോൻ ഉന്നയിച്ച വിവാദാരോപണങ്ങളിൽ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ രാജിവെക്കില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട ഗണേഷ് കുമാർ കാര്യങ്ങൾ വിശദീകരിച്ചു. രാജികാര്യങ്ങൾ മാധ്യമ സൃഷ്ടിയെന്ന് പറഞ്ഞ മന്ത്രി മാധ്യമങ്ങളെ അതിരൂക്ഷമായി വിമർശിച്ചു. അതുകൊണ്ട് അത്തരം സന്തോഷത്തിന് വേണ്ടി നടക്കണ്ട, അതൊരു നല്ല കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്നും മിണ്ടാത്തത്. എനിക്ക് ആരോടും വിരോധം ഉണ്ടായില്ല. ഞാൻ മാധ്യമപ്രവർത്തകരോട് വളരെ മാന്യമായിട്ടും സ്നേഹമായിട്ട് പെരുമാറുന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായിട്ട് എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. സന്തോഷം. ഇത് പണ്ടും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുമെന്ന് എനിക്കറിയാം. ഇതിന് കൂടുതൽ വ്യത്യസ്തതയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല നിങ്ങളോട് ചിരിച്ചതും ചില മാധ്യമങ്ങൾ ഞാൻ ഇൻ്റർവ്യൂ തന്നതും എൻ്റെ കഴിവുകളാണെന്ന് വിചാരിക്കരുത്. ഞാനൊരു സ്നേഹം കൊണ്ട് തന്നു. മന്ത്രി ഗണേഷ് കുമാറിനെതിരായ ഭാര്യയുടെ പരാതി കുടുംബ പ്രശ്നമെന്ന് പറഞ്ഞ് ഒത്തുതീർപ്പാക്കുമ്പോഴും LDF സർക്കാരിനെതിരെ രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉയരുകയാണ്. പിണറായി സർക്കാരിന് ഏറ്റവും വലിയ നേട്ടമായി പറയുന്നത് സ്ത്രീപക്ഷ നിലപാടുകളാണ്. എന്നാൽ ഗണേഷിനെ മന്ത്രിസഭയിൽ ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് ആ സ്ത്രീപക്ഷാവകാശവാദം ആവർത്തിക്കാനാകില്ല. വീട്ടിൽ കയ്യേറ്റമടക്കം ഉണ്ടായെന്ന് 112 വിളിച്ച് മന്ത്രിയുടെ ഭാര്യ പരാതിപ്പെട്ടപ്പോൾ വന്ന പോലീസ് ഒരു നടപടിയും എടുത്തില്ല. ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ പോലീസ് ഒഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകളെ വിവരമറിയിച്ചെന്ന വെളിപ്പെടുത്തലുമുണ്ടായി. പരാതി ഒത്തുതീർപ്പാക്കുമ്പോഴും ഒരു ഇടപെടലും ഉണ്ടായില്ലെന്ന പ്രശ്നം നിലനിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസുകളിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് നടപടികൾ വേഗത്തിലാക്കിയ സർക്കാർ ഗണേഷിന്റെ വിഷയത്തിൽ എന്ത് ചെയ്തെന്ന ചോദ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രതിപക്ഷം ഉയർത്തും. പത്തനാപുരത്ത് ഗണേഷിന്റെ സ്ഥാനാർത്ഥിത്വം വരുമ്പോഴുമൊക്കെ ഇടതു നിലപാട് ചോദ്യം ചെയ്യപ്പെടും. അതേസമയം ഗണേഷ് മന്ത്രിയായി തുടരുന്നതിൽ മുന്നണിയിൽ CPIക്ക് ഉൾപ്പെടെ എതിർപ്പുമുണ്ട്. ജനം, തിരുവനന്തപുരം.